സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ പാവനമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കർത്താവ് ഇന്നും നമ്മളോട് സംസാരിക്കും. നമ്മുടെ ദൈവം മാത്രമാണ് സംസാരിക്കുന്ന ദൈവം. നമ്മളുടെ പുസ്തകത്തിൽ കഥകളൊന്നുമില്ല. എന്നാൽ ലോകത്തിലുള്ള പുസ്തകങ്ങള് ഐതിഹ്യങ്ങളാണ്, സങ്കല്പങ്ങളാണ്. എന്നാൽ ബൈബിളിൽ സങ്കല്പങ്ങളോ ഐതിഹ്യങ്ങളോ എല്ലാം മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ്. 2 സത്യമില്ല, 3 സത്യമില്ല, 30 സത്യമില്ല. ഒരേ ഒരു സത്യം, ഏക സത്യം. അതാണ് നമ്മുടെ കൈകളിലിരിക്കുന്ന സത്യവേദം. പല വഴികളിൽ ഒരു വഴിയല്ല യേശുക്രിസ്തു, മറിച്ച് ഏക വഴിയാണ് യേശുക്രിസ്തു. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല യേശുക്രിസ്തു, മറിച്ച് ഏക സത്യ ദൈവമാണ് യേശുക്രിസ്തു. വിളിച്ചാൽ വിളി കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഏക സത്യ ദൈവം നാം സേവിക്കുന്ന യേശുക്രിസ്തു. ഇന്നും നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതും എന്തിനാണ്? കഷ്ടം സഹിക്കുന്നതിനാണോ? അല്ലെങ്കിൽ വിശ്വാസിയായിരിക്കുന്നതിനാണോ? നമ്മുടെ വിശ്വാസത്തിനാണോ? എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഈ ലോകത്തിൽ പലതിനും വാഗ്ദത്തങ്ങളുണ്ട്. ഈവൻ ക്രിക്കറ്റിലെ കളിക്കാരാണെങ്കിലും ലേലത്തിന് വയ്ക്കുക. ഏറ്റവും നന്നായി കളിക്കുന്നവരെ ഏറ്റവും വലിയ വില കൊടുത്ത് വാങ്ങും. ഇവിടെ ബൈബിള് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് എന്തിനാണ്? നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാം വാക്യം. ഹീബ്രു 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പം ഇവിടെ ദൈവവചനം അതിന് ഉത്തരം തരികയാണ്. മഹാപ്രതിഫലമുള്ളത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ധൈര്യത്തിന് വലിയ പ്രതിഫലമാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും കാലം കഴിഞ്ഞിട്ടും വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. ബൈബിൾ ഒരിക്കലും കള്ളം പറയാറില്ല. ബൈബിൾ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഇനി വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും വരുവാനുള്ളവൻ അതിവേഗത്തിൽ തന്നെ വരും. ഇപ്പോൾ തന്നെ ലോകം മുഴുവനും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആളുകൾ കുഴയുകയാണ്. ലോകം മുഴുവനും വിപ്ലവകരമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആദാം ഉണ്ടായത് മുതൽ 6000 വർഷത്തെ ചരിത്രമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ചില മൃഗങ്ങളുടെ അസ്ഥികൾ, ഫോസിലുകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അത് 1,00,000 വർഷങ്ങൾക്ക് മുമ്പ്, 1,50,000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ജീവിച്ചിരുന്ന മൃഗങ്ങളുടെ ഫോസിലുകളാണ്. അപ്പോൾ ചോദിക്കും, ബൈബിൾ തെറ്റാണോ? ബൈബിൾ ആദം മുതലുള്ള ചരിത്രം പറയുന്നത് 6000 വർഷത്തെ ചരിത്രമാകുമ്പോൾ 1,50,000 വർഷത്തിന് മുമ്പുള്ള ഈ ഫോസിലുകളുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ബൈബിൾ തെറ്റല്ലേ? ഒരിക്കലും തെറ്റല്ല. എന്നാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ആദിയിൽ, ആ ആദിയിൽ എന്നുള്ള വാക്കിൽ തന്നെ എത്ര ആയിരം കോടി വർഷങ്ങൾ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആദിയിൽ, അനാദികാലത്തും ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുന്നു, the earth became void and empty. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു.
ഒരു കാലഘട്ടത്തെ ഏറ്റവും ബലഭൂഷ്ടമായിരുന്ന ഒന്നായിരുന്നു ഭൂമി. അന്നത്തെ കാലത്തുണ്ടായിരുന്ന മൃഗങ്ങളാണ് ദിനോസോറുകൾ. അതേ, ഇനി 1.5 ലക്ഷം വർഷമല്ല, ഇനി 1.5 കോടി വർഷത്തിന് മുമ്പാണെന്നെങ്കിലും പഴക്കമുള്ള ഫോസിലായിരുന്നാലും ബൈബിൾ സത്യം തന്നെയാണ്. ദൂതന്മാർക്ക് വാഴുവാൻ വേണ്ടിയായിരുന്നു ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതും. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൂതന്മാർ ഘോഷിച്ചു ഉല്ലസിച്ചു, പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചു ഉല്ലസിച്ചു എന്നും ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഭൂമിയെ വാഴുവാൻ ദൂതന്മാരെ നിയോഗിച്ചു. യൂദയുടെ പുസ്തകം വായിക്കുമ്പോൾ അവർ അവരുടെ വാസസ്ഥലം കാത്തുകൊള്ളാതെയും എന്ത് ചെയ്തു? വാസസ്ഥലം വിട്ടുപോയി. ദൈവം ചില അതിരുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടം വരെ കടക്കാം, ഇവിടം വരെ പോകാം, അത് കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ പാടില്ല. എന്നാൽ ദൂതന്മാരെന്ത് ചെയ്തു? വാഴ്ച കാത്തുകൊള്ളാതെ അവരുടെ വാസസ്ഥലം വിട്ടുപോയി. ദൂതന്മാർക്ക് തോന്നി മാഴ്സിലൊന്ന് പോകാം, മൂണിലൊന്ന് പോകാം, യുറാനസിലൊന്ന് പോകാം, സറ്റാറിലൊന്ന് പോകാം. ഇങ്ങനെ ഇവരെ ദൈവകൽപ്പന നിഷേധിച്ച് അവരെ മാർസിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഭൂമിയെ നശിപ്പിച്ചു. അങ്ങനെ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. വാഴ്ച കാത്തുകൊള്ളാതെ ഇരുന്ന ദൂതന്മാരെ ദൈവം എന്തു? അന്ധതമസിലിട്ട് പൂട്ടുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു കൂട്ടം ദൂതന്മാർ ഇപ്പോൾ ചങ്ങലയ്ക്കകത്ത് കിടക്കുന്നുണ്ട്. ഒരു കൂട്ടം ദൂതന്മാരെ ദൈവം അഴിച്ചു വിട്ടിട്ടുണ്ട്. ആ ദൂതന്മാര് സാത്താന്റെ കൂടെ കൂടിയാണ് ഇന്ന് ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങളെല്ലാം സാത്താനും അവന്റെ സൈന്യവും. അവർക്കുള്ള ന്യായവിധി ദൈവം പിന്നീട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ദൈവത്തിന്റെ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കൃപ ചെയ്തു. ഇവിടെ നമ്മൾ വായിച്ചു, മഹാപ്രതിഫലമുള്ളത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ധൈര്യത്തിന് വേണ്ടിയാണ്. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. നമ്മുടെ കർത്താവ് വരും, നിശ്ചയമായും വരും. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താണ് നമ്മൾ ആശിക്കുന്നതെന്നും എന്താണ് നമ്മൾ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതെന്നും വ്യക്തമായി നമ്മൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. ക്രിസ്ത്യാനിയുടെ പ്രത്യാശ ഈ ഭൂമിയല്ല, ഈ മണ്ണല്ല. ഈ ഭൂമിയും അതിന്റെ പണിയും അഴിഞ്ഞു പോകും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളൊന്നുമില്ല. ഈ ഭൂമി നിന്ന് കത്തുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും പരദേശികളാണെന്ന് ദൈവവചനം പറയുന്നു. അബ്രഹാമും പറയുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തുനിന്നും. അപ്പൊ ഈ ഭൂമിയും അതിന്റെ പണിയും അഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരും, നമ്മൾ പരദേശികളാണ്. സ്വദേശം ഇവിടെ അല്ല. ഇനി കേരളമാണ് നമ്മുടെ സ്വദേശം എന്ന് വിചാരിക്കരുത്. കേരളവും നമ്മുടെ പരദേശമാണ്. ഇവിടെ കേരളവും ചുട്ടഴിയപ്പെടും, ഡൽഹിയും ചുട്ടഴിയപ്പെടും, ന്യൂയോർക്കും സിഡ്നിയും പാരീസും ലണ്ടനും എല്ലാം നിന്ന് കത്തും. മനുഷ്യന്റെ സകല പണികളും അഴിയും. മനുഷ്യൻ ഒരു ചെറിയ കുറ്റിയെങ്കിലും ഭൂമിയിൽ നാട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അതെല്ലാം അഴിച്ചു കളയും. ഈ വലിയ ആകാശം മുട്ട നിൽക്കുന്ന മണി സൗധങ്ങൾ, വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ മുഴുവനും ഒരു നിമിഷം കൊണ്ട് തരിപ്പണമായി താഴെ വീഴും. ഭൂമിയും അതിന്റെ പണിയും അഴിഞ്ഞു പോകും. നിലനിൽക്കുന്നത് ഒന്നേയുള്ളൂ. ആകാശം മാറും, ഭൂതലം മാറും, മാറാതെയുള്ളത് ഒന്നേയുള്ളൂ. ദൈവത്തിന്റെ വചനം മാത്രം എന്നേക്കും നിലനിൽക്കും. നിത്യതയിലെ നിത്യ നിയമമായ ദൈവത്തിന്റെ വചനം അതൊരിക്കലും മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആ വചനത്തിൽ കർത്താവ് പറയുകയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ടും വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എബ്രായർ 9:27 വായിക്കുന്നു, അവൻ ഒരിക്കൽ മരിക്കുകയും
പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു. ഇനിയും ക്രിസ്തുവും തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. വായിച്ചേം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. മരണം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ന്യായവിധിയാണ്. മനുഷ്യന് നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കണം. പണ്ടത്തെ പിതാക്കന്മാർ രക്ഷയും സ്നാനവും മാനസാന്തരവും മാത്രമല്ല, വിശുദ്ധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെ കുറിച്ചും വെള്ളസിംഹാസനത്തെ കുറിച്ചുമൊക്കെയും അവർ ഘോരം പ്രസംഗിച്ചു. ന്യായവിധിയുണ്ട്. ഒരിക്കൽ അവൻ സകല പാപികൾക്കും വേണ്ടി കടന്നു വന്നു. ഇനി യേശു വരുന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് ഇനി കർത്താവായ യേശു ക്രിസ്തു വരുന്നതും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. അതേപോലെ ക്രിസ്തുവും ഒരിക്കൽ എല്ലാവർക്കും വേണ്ടി അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്ക് വേണ്ടി കാത്ത് ഇരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, ഇരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇന്ന് പലരും കാത്ത് ഇരിക്കുകയാണ്. കാത്ത് നിന്ന് കാല് കഴിച്ചപ്പം ഇരുന്നു. കാല് കഴിച്ച് ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പം ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. ഈ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. പിന്നെ ആ ചരിഞ്ഞിരുന്നിരുന്നിരുന്നിരുന്നങ്ങ് ഉറങ്ങി. അങ്ങനെ ഒന്ന് മയങ്ങി എന്ത് ചെയ്തു? ഉറങ്ങി. എന്റെയും ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഉറക്കം വരും. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. എന്നെയും ഇവിടെ 20 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നു. അന്ന് ഈ ഇൻഷുറൻസ് പോളിസി ഒന്നും ഇല്ല. അപ്പം വണ്ടി ഇടിക്കുന്ന ആളും ഇടി കൊള്ളുന്ന ആളും എന്ത് ചെയ്യണം? ജയിലിൽ പോകണം. രണ്ടുപേരും ജയിലിൽ പോയി കിടക്കണം. ഇതെന്തൊരു നിയമമാണ്! എന്തായാലും ഒരുത്തൻ വന്നിട്ട്, ഒരു സിറിയക്കാരൻ വന്നിട്ട് എന്റെ വണ്ടിക്കകത്ത് ഇടിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ക്ലെയിം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഞാൻ വിചാരിച്ചു അവനല്ലയോ എന്നെ വന്ന് ഇടിച്ചത്, ഇപ്പൊ അവനെ പിടിച്ച് ജയിലിലിടും, എനിക്ക് ഇവന്മാര് കോമ്പൻസേഷൻ ഉള്ള പൈസയുടെ എല്ലാം എഴുതിയിട്ട് ഇപ്പൊ എനിക്ക് തരും. എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, താൽ ഹബീബി താൽ, അങ്ങ് അകത്തോട്ട്, ജയിലിനകത്തോട്ട് എന്നെയും പിടിച്ചങ്ങ് കിട്ടും. ഞാൻ വിചാരിച്ചു എന്തോ ചെയ്യും. ഞാൻ എന്തായാലും എങ്ങനെയോ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എന്റെ ബോസിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ അകത്ത് ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഒന്ന് ഇറക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഡോ വറി, ഐ വിൽ ബി സെൻഡിങ് ദ PRO വെരി സൂൺ, പെട്ടെന്ന് തന്നെ അയക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നിൽക്കുകയാണ്, PRO ഇപ്പം വരും. അതിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഉണ്ട്, 10-35 പേര് ഒരു മുറിക്കകത്തും. ഒരു ചെറിയ തണുപ്പുള്ള സമയം, എന്തോ വല്ലാത്ത രൂക്ഷമായ നാറ്റം. കാരണം ബ്ലാങ്കറ്റുകളൊക്കെ കഴുകിയിട്ട് മാസങ്ങളും വർഷങ്ങളൊക്കെ ആയി. ഇങ്ങനെ ഓരോരുത്തരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഈ ഫിലിപ്പിനോകളും നേപ്പാളികളും സിറിയക്കാരും എല്ലാവരും ഇതിനകത്ത് ഇങ്ങനെ കിടക്കുക. വല്ലാത്ത രൂക്ഷമായ ഒരു നാറ്റം. അപ്പൊ എനിക്ക് അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു വല്ലാത്ത അറപ്പും വല്ലാത്ത ഒരു വെറുപ്പും, ഞാൻ വരേണ്ട സ്ഥലത്തല്ല, ഞാൻ നിൽക്കേണ്ട സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നതെന്നുള്ളൊരു ബോധം. കുറച്ചു നേരം ഇങ്ങനെ നിന്ന് ആരും വരുന്നില്ല. കാലം വല്ലാതെ കഴിക്കുന്നു. അല്ലാതെ നമ്മൾ പ്രസംഗിക്കാനൊക്കെ നിൽക്കുമ്പം അല്ലെങ്കിൽ നടക്കാനൊക്കെ പോവുകയാണെങ്കിൽ മണിക്കൂറുകൾ നടന്നാലും പ്രസംഗിക്കാൻ ഒരു 3-4 മണിക്കൂർ നിന്നാലും ഒന്നും ഒരു വിഷയമില്ല. പക്ഷെ ഇങ്ങനെ വെറുതെ നിന്ന് കഴിയുമ്പം കാലിന് ഭയങ്കര വേദന. ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പം പറ്റുന്നില്ല, എവിടെങ്കിലും ഒന്ന് ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പൊ എവിടെ ഇരിക്കുന്നേ? ഈ നാറിയ ബ്ലാങ്കറ്റും ഈ വാടയെടുക്കുന്ന ഈ ബ്ലാങ്കറ്റിനകത്ത് ആളുകളെല്ലാം ഇങ്ങനെ കിടക്കുക. എന്തായാലും ഞാൻ എന്ത് ചെയ്തു, ആ ബ്ലാങ്കറ്റിന്റെ ഒരു മൂലയ്ക്കോട്ട് ഞാൻ പതുക്കനെ ഇരുന്നു. എന്തായാലും ഒരറപ്പോട് കൂടെ അവിടെ ഇരുന്നിരുന്ന ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം വല്ലാതെ കണ്ണിന് ഭാരം. ഞാൻ ഭയങ്കരമായി കൺട്രോൾ ചെയ്യുകയാണ്. എങ്ങനെ ഇവിടെ കിടന്നുറങ്ങും, ഇവരുടെ കൂടെ എങ്ങനെ കിടന്നുറങ്ങും? ഉറങ്ങാതെ തന്നെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു 10-20 മിനിറ്റ് ഞാൻ കൺട്രോൾ ചെയ്തു.
പക്ഷെ കൺട്രോൾ എല്ലാം തെറ്റി ഞാൻ പെതുക്കനെ മയങ്ങാൻ തുടങ്ങി. മയങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ പെതുക്കനെ ഈ പാകിസ്ഥാനികളുടെ കൂടെ അങ്ങോട്ടും കിടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അവിടെ കിടന്നങ്ങ് ഉറങ്ങി. വെളിയിൽ നിന്നും എന്റെ പേര് വിളിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്. അപ്പോഴേ 2.5 മണിക്കൂർ കഴിഞ്ഞു. എന്റെ ഓഫീസിൽ നിന്നും PRO വന്നിട്ടും ഗ്യാരണ്ടി സൈൻ ചെയ്ത് കൊടുത്തിട്ട് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇടയായിട്ടു. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം, നമ്മൾ വിചാരിക്കും ഉറക്കമൊന്നും വരത്തില്ല, മയക്കമൊന്നും വരത്തില്ല, ഇങ്ങനെ നിൽക്കാം, നടക്കാം, ഇരിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സംഗതി ഇങ്ങനെയൊന്നുമല്ല. കാര്യത്തോട് അടുത്ത് കഴിയുമ്പം മയക്കം പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന കഴപ്പ് കൂടി കഴിയുമ്പോൾ ഇരുന്ന് ചെറുതായിട്ട് മയങ്ങി ചെറുതായിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും. ഉറങ്ങി ഗാഠമായ ഉറക്കത്തിലായി പോകും. നമുക്കറിയാം, ഈ ഷിംഷോൻ ഈ ദലീലയുടെ മടിയിൽ കിടന്നു ചെറുതായി മയങ്ങി അവൻ ഉറങ്ങി അവൻ ഗാഠമായ ഉറക്കത്തിലേക്ക് അവൻ വഴുതിപ്പോയി. പിന്നീട് അവന്റെ തല ക്ഷൗരം ചെയ്തതുപോലും അവൻ അറിഞ്ഞില്ല. അവസാനം അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചപ്പോഴാണ് അവൻ ചാടി എഴുന്നേക്കുന്നത്. ഇന്നും ആത്മീയ ഗോളത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ഞാൻ അന്ധനായി തീർന്നല്ലോ എന്നുള്ള ആ ചിന്ത ഭരിക്കുന്നത്. പക്ഷെ പിന്നീട് നിലവിളിച്ചത് കൊണ്ടോ നെഞ്ചത്തിട്ട് അടിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. അന്ധനായി തീർന്നു കഴിഞ്ഞാൽ നീ ജീവിതകാലം പിന്നെ അന്ധകാരത്തിൽ ഇരുട്ടിൽ ഒരിക്കലും വെളിച്ചം കാണാതെ നീ അധോലോകത്തിലേക്കാണ് പോകുന്നെന്നുള്ള കാര്യം മറന്നു പോകരുതും. അതുകൊണ്ട് നാം എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ ആത്മീക സ്ഥിതി? അതാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. നമ്മൾ തോന്നും നമ്മളെ പോലെ വിശ്വാസികൾ ആരുമില്ല, നമ്മളെ പോലെ ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരാരുമില്ല, നമ്മളെ പോലെ ഇത്രയും ശക്തിയോട് ആരാധിക്കുന്നവരാരും കാണത്തില്ല, നമ്മളെ പോലെ വിശുദ്ധന്മാര് പാസ്റ്റർ പോയിട്ട് സഭയിലെ ആരെങ്കിലും പോയിട്ട് ഈ ജില്ലയിൽ പോയിട്ട് ഈ സംസ്ഥാനത്ത് പോലും നമ്മളെ പോലെ വിശുദ്ധന്മാരും വിശുദ്ധമതികൾ ആരും കാണത്തില്ലെന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നമ്മളെ തന്നെ എന്ത് ചെയ്തണം? ഒന്ന് ശോധന കഴിച്ചുകൊള്ളണം. വചനം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളട്ടെ. എപ്പോഴാണ് വീഴുന്നറിയ? വീണ് കഴിഞ്ഞാൽ, കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുന്ന കാര്യം വലിയ പാടാണ്. ഇവിടെ പറയുകയാണ്, തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷപ്പെടും. കർത്താവ് വരുന്നത് കാത്തിരിക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല, കാത്ത് ഇരുന്ന് ചരിഞ്ഞ് മയങ്ങുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല, കാത്തിരുന്ന് കിടന്ന് ഉറങ്ങുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. ആര് കർത്താവിന്റെ വരവിന് പ്രാധാന്യം കൊടുത്ത് വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന് വേണ്ടി എത്ര കൂരിരുട്ടിലും എത്ര രാത്രിയിലും കാതോർത്തിരിക്കുന്ന ഒരു പ്രിയതമം, ഒരു പ്രിയം, ഒരു ശൂന്യങ്കാരത്തി, അതേപോലെ പ്രിയന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജഡം ബലഹീനമാണെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് വരും നനയാത്ത നാഴികയിൽ. പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കത്തില്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കത്തില്ല. നനയാത്ത നാഴികയിൽ ദൈവപുത്രൻ വരും. നനയാത്ത നാഴികയിൽ ദൈവപുത്രൻ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്ടഡ് ടൈമിലായിരിക്കും, അപ്രതീക്ഷിതമായ സമയത്തിലായിരിക്കും കർത്താവ് വരുന്നത്. കർത്താവിന്റെ വരവിങ്കൽ എല്ലാവരും ഒന്നും എടുക്കപ്പെടത്തില്ല, വളരെ ചുരുക്കം. അത് കർത്താവിന്റെ വചനം പറയുന്നു, ഇസ്രായേൽ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ. പലരും പറയുന്നു ഞങ്ങളുടെ സഭയിൽ 5000 പേരുള്ള മെഗാ സഭയാണ്, 50,000 പേരുള്ള സഭയാണ്, 5 ലക്ഷം പേരുള്ള സഭയാണ്. ഇതൊക്കെ പറയാനൊക്കെ നല്ലതാണ്, ആളുകളെയൊക്കെ കൂട്ടാൻ നല്ലതാണ്. പക്ഷേ കർത്താവ് പറയുന്നു വളരെ ചുരുക്കം, ഒരു ശേഷിപ്പ് മാത്രമേ ദൈവത്തിന്റെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടൂ. തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കരുത്, ആ ചുരുക്കം ചിലരുടെ കൂട്ടത്തിൽ, എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. തനിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. നിസ്സാരമായി കാണരുതും. 10 കന്യകമാർ, 10 പേരും കന്യകമാരായിരുന്നു.
യാതൊരു വിധമായി സഭയുടെ അംഗങ്ങളായിരുന്നു, സ്നാനപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്, അന്യഭാഷയിൽ ആരാധിക്കുന്നവരാണ്, 10 പേരും കന്യകമാരാണ്. പക്ഷെ 5 പേര് മാത്രമേ ബുദ്ധിയുള്ളവരായിട്ടുണ്ടായിരുന്നുള്ളൂ. അവര് വിളക്ക് മാത്രമല്ല, അതിനകത്ത് എണ്ണയും കൂടെ കരുതിയിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുന്ന നാഴിക അറിയാത്തത് കൊണ്ട് നമ്മൾ ഏത് നേരത്തും ഏത് നാഴികയിലും ഉണർന്നും എഴുന്നേറ്റും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. യജമാനൻ വരുന്നത് കാലത്തോ ഉച്ചയ്ക്കോ വൈകിട്ടോ കോഴി കൂവുന്ന നേരത്ത്, ഏത് നേരത്ത് വേണമെങ്കിലും കർത്താവ് വരാം. നനയാത്ത നാഴികയിൽ കർത്താവ് വരുന്നത് കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നമ്മൾ കഴിക്കണം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നവനെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം എന്ന് ദൈവം നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. മുഖപക്ഷം നോക്കാതെ ദൈവത്തിന് മാത്രമാണ്, ദൈവം മാത്രമാണ് മുഖപക്ഷം നോക്കാതെ ന്യായം വിധിക്കുന്നവൻ. അത് ദാവീദായിരുന്നാലും ന്യായം വിധിക്കും, ശലോമോനായിരുന്നാലും ന്യായം വിധിക്കും. അത് കർത്താവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കും. അബ്രഹാം ആയിരുന്നാലും മോശയായിരുന്നാലും ദൈവം ഒരിക്കലും മുഖപക്ഷം നോക്കുന്ന ദൈവമല്ല. നമുക്ക് മടങ്ങി വരാം. എബ്രായർ 10:35 നമ്മൾ വായിച്ചത്. ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ധൈര്യത്തിന്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. So do not throw away your confidence, your courage. It will be richly rewarded. It will be richly rewarded. മഹാപ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. പ്രോവബ്സ് സദൃശ്യവാക്യം 14:26 വായിക്കുന്നു. പ്രോവബ്സ് 14:26. യഹോവ ഭക്തനും ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. നമ്മൾ യഹോവ ഭക്തനാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് ദൃഢധൈര്യം ഉണ്ടായിരിക്കണം. എന്തു വന്നാലും കുലുങ്ങാത്ത ദൃഢമായ വിശ്വാസം. 46-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കുലുങ്ങാത്ത വിശ്വാസം. ഒന്ന് വായിക്കാമോ? അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. 46-ന്റെ 1, 2, 3 വാക്യങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരിച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്തോത്രം. നമ്മൾ വിചാരിക്കുമ്പം ഇതൊരു തീപ്പെട്ടി ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുന്നത് പോലല്ല, മേശയുടെ മുകളിൽ നിന്നൊരു ഗ്ലാസ് തട്ടി താഴെ വീണ് പൊട്ടിച്ചിതറുന്ന പോലല്ല. ഭൂമി മാറിപ്പോയാലും അയ്യോ പിന്നെ ഞാൻ എവിടെ നിൽക്കും? പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ടും അത് ഇരച്ചു പൊങ്ങിയാലും തിരമാലകൾ 3000 കിലോമീറ്റർ ഉയരത്തിൽ പൊങ്ങിയാലും കൊടുങ്കാറ്റാഞ്ഞടിച്ചാലും ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ എന്തുകൊണ്ടാ ഭയപ്പെടാത്തത്? കാറ്റിനെ ഉണ്ടാക്കിയും കടലിനെ ഉണ്ടാക്കിയും പ്രപഞ്ചത്തെ ഉണ്ടാക്കിയും മഹാദൈവം എന്റെ കൂടെ ഉണ്ട്. ഞാൻ കുലുങ്ങേണ്ടുന്ന ആവശ്യമില്ല, ഞാൻ പതറിപ്പോകേണ്ടുന്ന ആവശ്യമില്ല. ദാവീദ് പറഞ്ഞതുപോലെ ഒരു സൈന്യം മുഴുവനും എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അതെന്താ? നീ ഒറ്റയ്ക്ക് പത്മവ്യൂഹത്തിന്റെ നടുവിലാ, നീ ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുക. നിന്റെ ചുറ്റും ശത്രു സൈന്യം ആയുധങ്ങളുമായി വളഞ്ഞിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ഒരു സൈന്യം എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷെ ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. നിന്നാൽ, എന്റെ ദൈവത്താൽ ഞാൻ ഓടും, ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടത് നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ എത്ര വലിയ തീക്കുണ്ടമായിരുന്നാലും എത്ര വലിയ ആഴക്കടലായിരുന്നാലും അതിലൂടെ നമ്മളെ അക്കരെ എത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. പ്രതികൂലങ്ങൾ നോക്കണം. കാറ്റ് ഏറ്റവും കൂടുതൽ അടിക്കുന്ന മരം, ആ മരമായിരിക്കും അതിന്റെ വേരുകളൊക്കെ ഇളകി
കഴിയുമ്പോൾ വീണ്ടും ആഴത്തിലേക്ക് അതിന്റെ തായ്വേട് ഇറങ്ങും. ഏറ്റവും കൂടുതൽ കാറ്റിനെ അഭിമുഖീകരിക്കുന്ന മരമായിരിക്കും ഏറ്റവും ശക്തിയോടെ ഉയരങ്ങളിലേക്ക് വളരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, കാറ്റടിക്കുമ്പോൾ ചില മരങ്ങളൊക്കെ ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോകുന്ന മരങ്ങൾക്ക് പിന്നെ യാതൊരു ശേഷിപ്പുമില്ല. എന്നാൽ ചില മരങ്ങൾ പോലെ വളയും, പക്ഷെ ഒടിയത്തില്ല. കാറ്റ് അടങ്ങുമ്പോൾ വീണ്ടും അതും സ്പ്രിങ് പോലെ വന്ന് നിൽക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ കാറ്റിനെ അഭിമുഖീകരിക്കുന്ന മരങ്ങളായിരിക്കും ഏറ്റവും ശക്തിയോടെ ഉയരങ്ങളിൽ ബലത്തോടെ വളരുന്നത്. അങ്ങനെ വരുമ്പോൾ എത്ര വലിയ കാറ്റുകൾ പിന്നീട് അടിച്ചാലും അതിനെ പിന്നെ യേശുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളില്ലാത്തവർ ലോകത്തിൽ ആരുമില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു പ്രശ്നം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ തീർന്നു, എല്ലാം കഴിഞ്ഞു, ഇനി ഒരു പ്രശ്നങ്ങളുമില്ല. സമാധാനത്തിനപ്പുറം സമാധാനം. ഒരു പ്രശ്നം കഴിയുമ്പോഴാണ് അതിനേക്കാൾ വലിയത് കയറി വരുന്നത്. ഇതിനെല്ലാം ജയിച്ച് 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 ചില ഗെയിമുകളുണ്ട്, യുദ്ധം ചെയ്യുന്ന വെട്ടുന്ന ഗെയിമുകൾ. 1ാമത്തെ ലെവല്, 2ാമത്തെ ലെവല്, 3ാമത്തെ ലെവലും ചിലത് 20 വരെ ഉണ്ട്. 20 വരെ എത്തുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ ഇതിനെല്ലാം വെട്ടി 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 ജയിച്ച് മുന്നിൽ ചെല്ലുമ്പോഴാണ് സ്കോർ കിട്ടുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഗെയിം ഒന്നും കളിക്കാൻ വേണ്ടി പോകരുത്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരിയും പിള്ളേർ ഈ ഗെയിം കണ്ട് ഇപ്പൊ തന്നെ മരിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാ മരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവസാനത്തെ വിജയം നമ്മൾ പ്രാപിക്കുന്നത് ഒത്തിരിയും. അതാണ് ദൈവത്തിന്റെ വചനം 14:22 അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ നാം എവിടെ കടക്കേണ്ടുന്നതാകുന്നു? ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നതാകുന്നു. 1ഉം 2ഉം കഷ്ടങ്ങളൊന്നും അല്ല, അൺകൗണ്ടബിൾ, അൻഗിനത്തി, അനേകായിരം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നതാകുന്നു. അപ്പം പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ നേരെ ആഞ്ഞടിക്കും. പക്ഷെ ഇവിടെ വചനം പറയുന്നു, പ്രോവബ്സ് 14:26, യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്. എന്തു വന്നാലും ഏതു വന്നാലും കർത്താവിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതികൂലത്തെയും നമുക്ക് തരണം ചെയ്യുവാൻ വേണ്ടി കഴിയും. നമ്മള് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ വായിച്ചു, സദൃശ്യവാക്യം 24:10, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ബലം നഷ്ടപ്പെടാൻ പാടില്ല. ധൈര്യം ചോർന്നു പോകരുതും. ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞാൽ കാറ്റുപോയ ബലൂൺ പോലെ ഒന്നിനും കൊള്ളാതെ വണ്ണം വാഴപ്പിണ്ടി പോലെ താഴെ വീഴത്തേ ഉള്ളൂ. യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട്. 2 തിമോത്തിയോസ് 1:7, 2 തിമോത്തിയോസ് 1:7, 2 തിമോത്തി 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെ എല്ലാം ശക്തിയുടെയും, വായിച്ചു, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. For God has not given us a spirit of fear, but of power and of love and of sound mind, self-discipline. ദൈവം നമുക്ക് തന്നിരിക്കുന്നതും പേടിച്ചുകൂറികളെ പോലെ ഭയപ്പെട്ട് ഓടുവാനുള്ള ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെയും സുബോധത്തിന്റെ ആത്മാവിനെയും, ധൈര്യത്തിന്റെ ആത്മാവിനെയും സുബോധത്തിന്റെ ആത്മാവിനെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തിനറിയാം നമ്മുടെ യുദ്ധം വെറും മനുഷ്യരോടല്ല. നമ്മുടെ യുദ്ധം സ്വർലോകത്തിലെ ദുഷ്ടാന്ന സേനകളോടാണ്. സാത്താനോടും അവന്റെ സൈന്യത്തോടുമാണ് നമ്മുടെ പോരാട്ടം. അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ശക്തിയില്ലാതെ ശക്തനായ ദുഷ്ടനെ ജയിക്കുവാൻ കഴിയത്തില്ല. നമുക്കറിയാം പിശാച് ശക്തനാണ്, പക്ഷേ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. അപ്പൊ ശക്തനോട് എതിർക്കണമെങ്കിൽ സർവശക്തന്റെ ബലം നമുക്ക് ആവശ്യമാണ്. ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പൊ ദൈവം നമുക്ക് വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. വെളിപ്പാട് പുസ്തകം 21:8 വായിക്കുന്നു, റെവലേഷൻ 21:8, എന്നാൽ
എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ഇമ്പാരാദികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഭീരുക്കൾ, പേടിച്ചു തൂറികൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നു, കൈയടിക്കുന്നു, അന്യഭാഷ പറയുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ, 4 RSSകാർ വരുമ്പം, വേറെ ഏതെങ്കിലും ബജരംഗതാളുകാർ വരുമ്പം, ബൈബിൾ കീറടാ ബൈബിൾ എന്ന് പറയുമ്പം വിറച്ച് കീറുന്നവനല്ല ധൈര്യശാലി. യേശുവിനെ തള്ളിപ്പറയാൻ പറയുമ്പോൾ തള്ളിപ്പറയുന്നവനല്ല ധൈര്യശാലി, അവൻ ഭീരുവാണ്. അപ്പൊ സ്നാനപ്പെട്ടാലും അവൻ ഭീരുവാണെങ്കിൽ, പേടിത്തൊണ്ടനാണെങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. രക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, സ്നാനപ്പെട്ടത് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള മാനദണ്ഡം. അത് വെറും ഒരു സ്റ്റെപ്പ് മാത്രമാ. ഇങ്ങനെ അനേകം സ്റ്റെപ്പുകൾ കടക്കുകയാണ്. കയറി പോകണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഭീരുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ ഈ സൂമിൽ വചനം കേൾക്കുന്നവരാരുടെയെങ്കിലും ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച ഭയത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പുറത്താക്കണം. ഭയം നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? വലിയ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഭയം നമ്മളെ വല്ലാതെ പേടിപ്പിച്ച് നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റും. അതുകൊണ്ട് ഭയത്തിന്റെ ആത്മാവിനെ നമ്മുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഭയത്തിന്റെ ആത്മാവിനെ, ഇരുട്ടിനെ ഭയപ്പെടുന്നവരുണ്ട്, പാമ്പിനെ ഭയപ്പെടുന്നവരുണ്ട്, മഴയെ ഭയപ്പെടുന്നവരുണ്ട്, ഈവൻ 5 മിനിറ്റ് പവർ കട്ട് വന്ന് കറണ്ട് വന്ന് പോയാൽ തന്നെ പേടിച്ച് വിറച്ചിരിക്കുന്നവരുണ്ട്. രാത്രിയിൽ ഉറക്കമില്ലാതെ ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്നവരുണ്ട്. എനിക്ക് ചിലരെ അറിയാം, രാത്രിയിൽ ഉറക്കമില്ല, വിശ്വാസികളാണ്. ഉള്ള ലൈറ്റ് മുഴുവനും, ബാത്റൂമിലെ ലൈറ്റും കിച്ചണിലെ ലൈറ്റും വീടിനകത്തുള്ള ലൈറ്റ് എല്ലാം ഇട്ടിട്ട് രാത്രിയിൽ കുത്തിയിരിക്കുകയാണ്. ഇരുളിനെ ഭയമാണ്, തമാശയെല്ലാം. ഒത്തിരിയും പേര് ഇരുളിനെ ഭയപ്പെടുന്നവരുണ്ട്, രാത്രിയെ ഭയപ്പെടുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഭയം ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നാം കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങാൻ ദൈവം സമാധാനം തരുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എത്രയോ പേരൊന്ന് ഉറങ്ങാൻ വേണ്ടി, പണമില്ലാഞ്ഞിട്ടല്ല, ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, എയർ കണ്ടീഷൻ വീടില്ലാഞ്ഞിട്ടല്ല, വാഹനങ്ങളില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഉറക്കമില്ലാതെ എത്രയോ പേര്, ലക്ഷക്കണക്കിന് ആളുകൾ ഉറങ്ങാൻ വേണ്ടി സ്ലീപ്പിംഗ് ഫുഡ് കഴിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉറങ്ങുവാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണെന്നുള്ള കാര്യം മറന്നു പോകരുതും. ദൈവത്തിന് സ്തോത്രം. ഭീരുക്കളാരും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഞാൻ ഉൾപ്പെടെ ഈ ദൈവവചനം പറയുകയാണ്, ഞാൻ ഭീരുവാണെങ്കിൽ ഞാനും കടക്കത്തില്ല. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, സംതിങ് ഈസ് റോങ്. വി ഷുഡ് ഫൈൻഡ് ദ റൂട്ട്. ആ റൂട്ട് കണ്ടുപിടിച്ചതിനെ വേരോടെ പിഴുത് തീയിലെറിഞ്ഞു കളയണം. ഭയം നമ്മളിൽ ഒരിക്കലും വാഴുവാൻ ഇടയായി തീരരുത്. മത്തായി 10:28 ദേഹിയെ കൊല്ലുവാൻ, മാത്യു 10:28 വായിച്ചു. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹത്തെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ഭവനത്തിൽ പോയി. അതൊരു അറബിയുടെ ഭവനമാണ്. ആ അറബി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു മനുഷ്യനാണ്. വർഷങ്ങൾ കുറെ കഴിഞ്ഞും അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പോയി പ്രാർത്ഥിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ അദ്ദേഹത്തിന് ഒത്തിരിയും സംശയങ്ങളുണ്ട്. ദൈവവചനം വായിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി
ആരെങ്കിലും തന്റെ വീട്ടിൽ ചെല്ലുമോ എന്നും ചോദിച്ചു. എല്ലാ പാസ്റ്റർമാരും പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഉപവസിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ ആരും അങ്ങോട്ട് പോകാനായിട്ട് അതിനുള്ള ധൈര്യമില്ല. കാരണം അദ്ദേഹം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് താൻ പാർക്കുന്ന നാട്ടിലുള്ള ഗവൺമെന്റ് അറിഞ്ഞു. അവരദ്ദേഹത്തെ ചോദ്യം ചെയ്തു. താൻ ഒരിക്കലും തന്റെ വിശ്വാസം ത്യജിച്ചു കളഞ്ഞില്ല. താൻ വിശ്വസിക്കുന്ന ബൈബിൾ സത്യമാണെന്ന് താൻ തെളിയിച്ചു. താൻ പണ്ട് വിശ്വസിച്ചിരുന്ന പുസ്തകം തെറ്റാണെന്ന്, അതിനകത്ത് ഒത്തിരി തെറ്റുകളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തെ അവർ കൊന്നില്ല. യഥാർത്ഥത്തിൽ അവർ കൊന്നുകളയേണ്ടതാണ്, പക്ഷെ അവർ കൊന്നില്ല. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അവർ നശിപ്പിച്ചു, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു, ട്രാവൽ ബാൻ ഇട്ടു. ഹൗസ് അറസ്റ്റ് എന്നതുപോലെ ഇന്റലിജൻസിന്റെയും റിലീജിയസ് പോലീസിന്റെയും ലോക്കൽ പോലീസിന്റെയും കണ്ണ് ആ ഭവനത്തിന്റെ മേലാണ്. ആ വീട്ടിൽ പോകുന്നവരെ താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാവരും ട്രാക്കിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പോലും അവിടെ നിന്ന് പോയി പ്രാർത്ഥിക്കാനായിട്ട് ധൈര്യം കാണിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ഒന്ന് വരാമോ? ഞാൻ വിചാരിച്ചു ഞാനാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധൈര്യശാലി. നമ്മൾ ഒറ്റ ചാട്ടത്തിന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ പോകുന്നതിന് മുമ്പ് മറ്റൊരു വിശ്വാസിയുടെ ഭവനത്തിൽ അല്പസമയം ഇരുന്നു. അവിടെ വെച്ച് അവര് പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ട് 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 എന്റെ ഉള്ളിൽ ഭയം കയറി. ഇന്റലിജൻസ് പുറകിലുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്, പോകുന്നവരും വരുന്നവരും എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം. ഇങ്ങനെ നമ്മുടെ സഹോദരന്മാര് തന്നെ എന്ത് ചെയ്തു, ഓരോ വാക്കുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്റെ മനസ്സങ്ങ് ഇടിഞ്ഞുപോയി. എനിക്ക് എന്റെ ഉള്ളിലേക്ക് ഭയം കയറാൻ വേണ്ടി തുടങ്ങി. എന്തായാലും വന്നതല്ലേ, പോകാതെ തിരിച്ചു പോകുന്നത് ശരിയല്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്നു. അദ്ദേഹം ഔട്ട് ഹൗസിൽ ഇരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ ഡ്രൈവറിന്റെ റൂമിൽ. അകത്ത് തന്റെ കുടുംബത്തിലുള്ള മറ്റേതോ ഗസ്റ്റുകളൊക്കെ വന്നതുകൊണ്ട് അകത്തോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഡ്രൈവറുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. റോഡിനോട് ചേർന്നാണ് ഡ്രൈവറുടെ മുറി. കാറ് കൊണ്ട് നിർത്തുകയും ഡോറ് തുറക്കുകയും ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്ത് കയറി ഡോറങ്ങ് അടച്ചു. ക്യാമറയുടെ കണ്ണുകളിലൊന്നും നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി. ഞാൻ അതിനകത്ത് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ എന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് എന്നോട് ഇങ്ങനൊരു ചോദ്യം, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ആർ യു ക്രിസ്ത്യൻ? നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? അത് പോസിറ്റീവായിട്ടല്ല ചോദിച്ചതും, നെഗറ്റീവായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. വീണ്ടും അദ്ദേഹം എന്നോട് ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ അതിനും മറുപടി കൊടുത്തില്ല. കാരണം തനിക്ക് മനസ്സിലായി ഞാൻ ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഡിഡ് യു എവർ റീഡ് മാത്യു ചാപ്റ്റർ 10:28? നിങ്ങൾ മത്തായി സുവിശേഷം 10:28 വായിച്ചിട്ടുണ്ടോ എന്ന് ഒരു അറബി ഏറ്റവും ധൈര്യവാനാണെന്ന് പറഞ്ഞ് നടന്ന് എന്നോട് ചോദിക്കുന്നു. ഈ വചനം എനിക്ക് കാണാതെ അറിയാം. ദേഹത്തെ കൊല്ലുവാൻ കഴിയാതെയും ദേഹിയെ കൊല്ലുവാൻ കഴിയാതെയും ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ഈ ലോകത്തിലെ മനുഷ്യർക്ക്, അദ്ദേഹം ചോദിച്ചതിന്റെ മറുപടി ഇതാണ്, ഈ ലോകത്തിലെ മനുഷ്യർക്ക് നമ്മുടെ ദേഹത്തെ കൊല്ലുവാൻ കഴിയും, കല്ലെറിയുവാൻ കഴിയും, വാളുകൊണ്ട് വെട്ടുവാൻ കഴിയും, ശരീരത്തിൽ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുവാൻ കഴിയും, ചിലപ്പോൾ ISI ചെയ്യുന്നത് പോലെ കൈകളും കാലുകളും വെട്ടിക്കളയുവാൻ കഴിയും, ഒരുപക്ഷെ കഴുത്തറക്കപ്പെടാം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഇറാഖിലായിരുന്നു. രക്തരൂക്ഷിതമായ അന്തരീക്ഷം നടക്കുന്ന ഇറാഖിൽ ഒരുപക്ഷെ കഴുത്തുരുളാം, ഒരുപക്ഷെ വെടിയേൽക്കാം, ഒരുപക്ഷെ ആക്രമിക്കപ്പെടാം. പക്ഷെ ഇതെല്ലാം ശരീരത്തിലാണ്. ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവന് എന്ത് ചെയ്യണ്ട? ഭയപ്പെടണ്ട എന്ന് ദൈവവചനം പറയുന്നു. RSSകാരാ, നിനക്ക് ഞങ്ങളെ എന്ത് ചെയ്യുവാൻ കഴിയും? കല്ലെടുത്തെറിയാൻ കഴിയും,
പട്ടിയെ അടിക്കുന്നത് പോലെ വിറക് കൊണ്ട് അല്ലെങ്കിൽ മരക്കഷ്ണം കൊണ്ട് ഞങ്ങളെ അടിച്ച് കൈകളും കാലുകളും ഒക്കെ തല്ലിയൊടിക്കുവാൻ കഴിയും. ശരീരത്തെ മാത്രമേ നിനക്ക് തൊടുവാൻ കഴിയും. ഞങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ, ഞങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ തൊടുവാൻ നിനക്ക് കഴിയത്തില്ല. ഞങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ തൊടുവാൻ നിനക്ക് കഴിയത്തില്ല. നിനക്ക് ഞങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ എടുത്തു കളയുവാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ശരീരത്തെ മാത്രമേ ഉപദ്രവിക്കുവാൻ കഴിയും. ഇവിടെ വചനം വളരെ കൃത്യമാണ്. ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെ, ദേഹത്തെ കൊല്ലാൻ കഴിയുന്നവനെ, ദേഹത്തെ ഉപദ്രവിക്കുവാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടണ്ട. ബോഡി ഈസ് ടെമ്പററി, സോൾ ഈസ് എറ്റേണൽ. ശരീരം താൽക്കാലികമാണ്, ഇതൊരു വെറും ബോഡിയാണ്. ആത്മാവാണ് നിത്യമായത്. ആത്മാവിനെ തൊടുവാൻ ആർക്കും സാധ്യമല്ല. വചനം പറയുന്നു, നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:3 വായിക്കുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ ആൾറെഡി മരിച്ച വ്യക്തികളാ. ചത്ത ഒരുവനെ കൊല്ലുവാൻ ആർക്കെങ്കിലും കഴിയുമോ? സ്നാനപ്പെട്ട ദിവസം തന്നെ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു. മരിച്ച വ്യക്തികളാണ് ഇങ്ങനെ ജീവിച്ചു നടക്കുന്നതും. മരിച്ച ഒരുവനെ ഒരിക്കലും കൊല്ലുവാൻ സാധ്യമല്ല. ഈ ലോകത്തിലുള്ള മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞിട്ട് മരിക്കും. ശ്രദ്ധിക്കും, ഈ ലോകത്തിലുള്ള മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞിട്ട് മരിക്കും. പക്ഷെ ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞിട്ടാ ജീവിക്കുന്നേ. മരിച്ച ഒരുവനെ ആർക്ക് കൊല്ലുവാൻ കഴിയും? സ്നാനത്തോടുകൂടെ അവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. പിന്നെ പൗലോസ് പറയുന്നത് പോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് മരണം ലാഭമാണ്. ഇറ്റ്സ് എ വിക്ടറി, ഇറ്റ്സ് എ ഗെയിൻ. ഹല്ലേലൂയ. എന്റെ മഹാവിജയത്തിന്റെ ദിവസമായിരിക്കും എന്റെ മരണം. മരണം പരാജയമല്ല, മരണം വിശുദ്ധനെ സംബന്ധിച്ച് മരണം വിജയമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരും, ഈ ലോകത്തിലെ മനുഷ്യന് നമ്മുടെ ആത്മാവിനെ തൊടുവാൻ സാധ്യമല്ല. പക്ഷെ ഈ ശരീരത്തെ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ആത്മാവിനെ കൊന്നു കളയരുത്. തന്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും. എപ്പോഴും തന്റെ ജീവനെ കളയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവ് പറയുന്നു, if anyone would like to follow me should deny themselves and take up their cross and follow me. എന്നെ ഒരുവൻ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല, സ്വയം തീരുമാനമാണ്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിക്കണം. അവനെ തന്നെ ത്യജിക്കണം. എന്നിട്ട് അവൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട്, യേശുവിന്റെ ക്രൂശ് അല്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നിന്റെ ക്രൂശ് ചുമക്കുവാൻ എനിക്ക് കൃപ തരണമേ. കർത്താവിന്റെ ക്രൂശ് ഇനി നമുക്ക് ആർക്കും ചുമക്കാൻ കഴിയത്തില്ല. കർത്താവിന്റെ ക്രൂശും കർത്താവ് ചുമന്നു. പിന്നെയും നമ്മുടെ കുറേനക്കാരനായ ശീമോനും ചുമന്നു. ആ കുറേനക്കാരനായ ശീമോൻ അത് ചുമന്നതിന് വേണ്ടി നോക്കണം, അവൻ അടിമയാണെന്നാണ് അറിയപ്പെടുന്നതും. അവൻ വയലിൽ നിന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്തും അവൻ വീട്ടിലേക്ക് പോകുകയാണ്, തന്റെ കുടിലിലേക്ക് പോകുകയാണ്. തന്റെ മക്കളുടെ കൂടെ റൂഫേസും അലക്സാണ്ടറും 2 കൊച്ചു പിള്ളേരുണ്ട്. അവിടെ ഭാര്യ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയി വിശപ്പോടുകൂടെ, കൊട്ടിയ വയറോടുകൂടെ താൻ ഓടുകയാണ് തന്റെ ഭവനത്തിലേക്ക്. അവിടെ പ്രമാണികളായ യഹൂദന്മാരെ ഒന്നും ഈ ക്രൂശ് ചുമക്കുവാൻ, കാരണം ശപിക്കപ്പെട്ടവര്, ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ആരെയും ആ ക്രൂശ് ചുമക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുവഴി ഓടിപ്പോയി ഇവൻ ഈ ബഹളം കണ്ടുകൊണ്ടും ഈ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അബദ്ധത്തിനൊന്ന് വന്നൊന്ന് നോക്കിയതാ. അപ്പോഴാണ് രക്തത്തിൽ ഒലിച്ചും തലയെല്ലാം മുറിഞ്ഞ് രക്തമൊഴുകി, കാലുകളും കൈകളുമെല്ലാം രക്തം, ചാട്ടവാറിന്റെ അടികളേറ്റ് പുറം മുഴുവനും അടിച്ച് പൊട്ടിച്ച് തകർന്നും പുറത്തെ അസ്ഥികളെല്ലാം കാണത്തക്കവണ്ണം മാംസം ചിതറിപ്പോയി ക്രൂശുമായി എഴഞ്ഞു നീക്കുന്ന ഒരു പ്രാകൃത മനുഷ്യനെ കാണുന്നതും, യേശു ക്രൂശുമായി വീണു, ക്രൂശ് യേശുവിന്റെ മുഖത്ത് വീണു, പുറത്തു വീണു.
വീണ്ടും ആ ക്രൂശ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യേശുവിന് കഴിയുന്നില്ല, അതിനുള്ള ബലം കിട്ടുന്നില്ല. ഉടനെ റോമൻ പട്ടാളക്കാര് ചാട്ടവാറ് കൊണ്ട് ഈ ശീമോനെ അടിച്ചു പിടിച്ചു, ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഈ ശീമോൻ നിർബന്ധത്താൽ, സ്വമനസ്സോടല്ല, നിർബന്ധത്താൽ ഈ യേശുവിന്റെ ക്രൂശും അവൻ ചുമക്കുവാനിടയായി തീർന്നു. ആരോ പ്രസംഗിച്ചപ്പോ പറഞ്ഞതുപോലെ ഈ ശീമോൻ ഒരുപക്ഷെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ചിന്തിച്ചു കാണും, ഈ പാവപ്പെട്ടവനായ യേശു, ഈ ക്രൂശിൽ മരിക്കാൻ പോകുന്ന ഈ യേശുവിനെ ഈ ക്രൂശ് ചുമക്കുന്നതിന് പ്രതിഫലമായിട്ട് എനിക്കൊരു വെള്ളിക്കാശ് തരുവാൻ അവന്റെ പക്കലില്ല. എനിക്ക് ഈ ക്രൂശ് ഞാൻ ചുമന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. കാരണം ഇവന് വേണ്ടി ഞാൻ ക്രൂശ് ചുമന്നാൽ എനിക്ക് ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല. എങ്കിലും നിർബന്ധത്താലാണെങ്കിലും അവൻ ശപിച്ചില്ല. എനിക്ക് ഈ ഗതി വന്നല്ലോ, ഞാൻ ഈ സമയത്ത് ഇതുവഴി പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊന്നും അവൻ ഹൃദയത്തിൽ ശപിച്ചില്ല. യേശുവിന്റെ ആ മുറിഞ്ഞ രൂപം, ചോരയൊഴുകുന്ന മുഖം കണ്ടു കഴിഞ്ഞപ്പം യേശുവിന് വേണ്ടി അല്പം ക്രൂശ് ചുമക്കുന്നത് അവന് സന്തോഷം തോന്നി. അല്പമെങ്കിലും ഒരാശ്വാസം ആ മനുഷ്യന് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഒരു വെള്ളിക്കാശ് പോലും എനിക്ക് തരുവാൻ ആ മനുഷ്യന് കഴിവില്ലാത്തവനാണ്. അവൻ ക്രൂശ് ചുമന്നും. പക്ഷെ യേശു ബലം പ്രാപിച്ച് എഴുന്നേറ്റു, അവന്റെ മുമ്പിൽ ചെന്നിട്ട് തടഞ്ഞു. സഹോദരാ, നീ അല്ല ഈ ക്രൂശ് ചുമക്കേണ്ടുന്നത്, ഈ ക്രൂശ് ചുമക്കേണ്ടുന്നത് ഞാൻ തന്നെയാണ്. വീണ്ടും അവന്റെ കൈകളിൽ നിന്നും ക്രൂശ് യേശു കൈമാറുന്നു, വാങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നതും, പിന്നീട് ചരിത്രം, നമ്മൾ ജോസഫസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, സാധാരണ ഇലക്കാരന്റെ മകൻ ഇല ചുമക്കും, പുളിക്കാരന്റെ മകൻ പുളി ചുമക്കും എന്നൊക്കെ പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. അടിമയുടെ മകൻ ജീവിതകാലം അവൻ അടിമയായി തീരേണ്ടുന്നവനാണ്. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നു, പൗലോസ് വിശുദ്ധന്മാർക്ക് വന്ദനം അറിയിക്കുമ്പോൾ കുറേനക്കാരനായ ശീമോന് വന്ദനം ചൊല്ലുന്നു, രൂഫേസിന് വന്ദനം ചെല്ലുന്നു, അലക്സാണ്ടറിന് വന്ദനം ചെല്ലുന്നു. അലക്സാണ്ടർ ചെറിയ പ്രവിശ്യയുടെ ഗവർണറായി മാറി. രൂഫേസ് അവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറി, സഭയുടെ ബിഷപ്പായി തീരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെയും, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ഒരല്പം ചുമല് കൊടുത്താൽ, നിർബന്ധത്താലല്ല, അയ്യോ എനിക്ക് ഈ ഗതി വന്നല്ലോ, പട്ടുപോയല്ലോ. പലരും ചോദിക്കും, ഇങ്ങനെ രക്ഷിക്ക പട്ടുപോയില്ലയോ ബ്രദറെ? എടാ, ഇത് പട്ടുപോകുന്ന മാർഗമല്ല, ഇത് മഹാഭാഗ്യമാ. ഈ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക്, യേശുവിന്റെ നാമത്തിന് വേണ്ടി ഒരു അടി കൊണ്ടാൽ നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5:11 വായിക്കുന്നു, ഒന്ന് വായിച്ചു. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നോക്കണം, എന്റെ നാമം നിമിത്തം നിങ്ങൾ പഴി കേൾക്കുമ്പോൾ, നിങ്ങൾ ദുഷി കേൾക്കുമ്പോൾ, നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, സകല തിന്മകളും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എപ്പോഴാ ഭാഗ്യവാന്മാരാകുന്നേ? അമേരിക്കയിലേക്ക് വിസ കിട്ടുമ്പോഴല്ല സഹോദര സഹോദരി നീ ഭാഗ്യവതിയാകുന്നത്. യൂറോപ്പിലേക്ക് പോകുവാൻ ഒരു ഫ്ലൈറ്റ് കിട്ടുമ്പോഴല്ല നീ ഭാഗ്യവാനാകുന്നതും. നിന്റെ ചെറിയ വീട് മാറി ഒരു വലിയ മാളിക വീട് കിട്ടുമ്പോഴല്ല നീ ഭാഗ്യവാനാകുന്നതും. ഇതൊന്നും ആരും പ്രസംഗിക്കാനില്ല സഹോദര. നീ ഭാഗ്യവാനാകുന്നത് എപ്പോഴെന്നറിയാമോ? എന്റെ നാമം, ക്രിസ്തുവിന്റെ നാമം നിമിത്തം പഴി കേൾക്കുമ്പോൾ, ദുഷികൾ കേൾക്കുമ്പോൾ, ഉപദ്രവം ഏൽക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമ്പോൾ, സകല തിന്മകളും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വെക്കേഷൻ പോകുമ്പം ഞാൻ അങ്ങനെ പൊതുവേ അങ്ങനെ ജംഗ്ഷനിലൊന്നും അങ്ങനെ പൊതുവെ ഇറങ്ങി നടക്കാറോ അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാറൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ മുടി വെട്ടുവാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ പോവുകയാണ്. വീട്ടിൽ നിന്ന് നടന്ന് ജംഗ്ഷനിലോട്ട് പോവാം. ആ ജംഗ്ഷനിലും ഒരു ഏകദേശം ഒരു വൈകിയ സമയമാകുമ്പോഴാണല്ലോ എല്ലാവരും കവലയിൽ കൂടുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു കേടി
ഒരു അഹങ്കാരി, അലുക്കുലത്ത് പൊടി എന്നാണ് അറിയപ്പെടുന്നത്. ആരും തന്നോട് എതിർക്കാനൊന്നും ചെല്ലത്തില്ല. ഇയാൾ മദ്യപിച്ചും മുഴുമദ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ കണ്ടത്. അവിടെ നിന്നുകൊണ്ട് ഒരരയെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നല്ല തറവാട്ടിൽ പിറന്നിട്ടും നക്കാപ്പിച്ച പണത്തിന് വേണ്ടി മതം മാറുന്നവർ ആരാണ്? ചോദ്യം ചോദിക്കുകയാണ് നാട്ടുകാരോട്. 2-3 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അയാളുടെ തന്നെ മറുപടി പറയുകയാണ്, അവർ വേശ്യകളുടെ മക്കളാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ പറയുകയാണ്. എനിക്കങ്ങ് വല്ലാത്ത നാണക്കേടും വല്ലാത്ത സങ്കടവും ദുഃഖവും എല്ലാ നാട്ടുകാരുടെയും മുമ്പിലും ഈ മനുഷ്യൻ എന്നെ നോക്കണം. നാട്ടിൽ ആരും ഇച്ചപ്പോ എന്ന് പറയത്തില്ല. വളരെ ബഹുമാനത്തോടെ നമ്മളെ കണ്ടിരുന്ന ആളുകളുടെ നടുവിലും ഈ വ്യക്തി എന്നെ ആക്ഷേപിക്കുന്നു. ഞാൻ വളരെ ദുഃഖത്തോടെ വീട്ടിലേക്ക് പോയി. അന്ന് എനിക്ക് ഭയങ്കര പരിഭവമായിരുന്നു, ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു ദൈവത്തോട്. വൈകുന്നേരം പ്രാർത്ഥിക്കാതെ വാശി പിടിച്ച് കിടന്നു. രാത്രിയായപ്പം ഒരു തലോടൽ പോലെ, ചില പിള്ളേരൊക്കെ ഈ വാശി പിടിച്ച് അത്താഴം കഴിക്കാതെ കിടക്കുമ്പം രാത്രിയിൽ അമ്മ വന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി തലയിൽ തലോടുന്നത് പോലെ ഒരു തലോടൽ പോലെ അനുഭവപ്പെട്ടു. ഞാൻ കർത്താവിന്റെ ഒരു ദർശനം അവിടെ കാണുകയായിരുന്നു. ഞാൻ കേൾക്കുന്ന ശബ്ദം എന്നോട് ചോദിക്കുകയാണ്, നീ എന്റെ ശിഷ്യനാണോ? ആർ യു റിയലി ട്രൂലി യു ആർ മൈ ഡിസൈപ്പിൾ? ട്രൂലി ആർ യു മൈ ഡിസൈപ്പിൾ? നീ എന്റെ ശിഷ്യനാണോ? അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ പൊട്ടിത്തെറിച്ചു. എന്താ, ഞാൻ ശിഷ്യനല്ലയോ? ഈ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഞാൻ ശിഷ്യനാണ്. കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. 7 പ്രവാചകന്മാർ എന്നോട് പറഞ്ഞു, സഹോദര, നിങ്ങൾ രക്തസാക്ഷിയാകും. ഇതൊന്നും കേട്ടിട്ട് ഞാൻ ദുഃഖിച്ചില്ല, ഞാൻ സന്തോഷിച്ചു തുള്ളിച്ചാടി. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ഈ ഞാഞ്ഞൂലുകൾക്കൊന്നും കിട്ടുന്ന ഭാഗ്യമല്ല. അത് മഹാഭാഗ്യം ചെയ്തവർക്കാണ് യേശുവിന്റെ നാമത്തിൽ രക്തസാക്ഷിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗ്യം എനിക്ക് കിട്ടുമോ? അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അവിടുത്തെ ശിഷ്യനാണ്. വീണ്ടും യേശു ചോദിക്കുന്നു, മകനെ, നീ എന്റെ ശിഷ്യനാണോ? എന്നിട്ട് കർത്താവ് എന്നെ മുഖം കാണിക്കുകയാണ്. മനോഹരമായ മുഖത്തിലൂടെ ഈ കഫം ഇങ്ങനെ ഒഴുകുന്നു, ഒരു മഞ്ഞ തവിട്ട് കളറുള്ള കഫം മുഖത്തൂടെ ഒഴുകുന്നു. യേശു എന്നോട് ചോദിച്ചു, മകനെ, ആരെങ്കിലും ഇന്ന് വരെ നിന്നെ തുപ്പിയിട്ടുണ്ടോ? നിന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ടോ? അപ്പോൾ എന്റെ കാറ്റങ്ങ് പോയി. ശ്വാസം പിടിച്ചിരുന്ന ഞാൻ, വാശി പിടിച്ചിരുന്ന ഞാൻ, പെട്ടെന്ന് എന്റെ കാറ്റ് പോയി. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവെ, ആരും ഇന്ന് വരെ എന്റെ മുഖത്ത് തുപ്പിയിട്ടില്ല. കർത്താവ് ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? എന്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഒരാളല്ല, ഒരു ദുഷ്ടമൃഗം ചത്ത് കിടക്കുമ്പോൾ നാട്ടുകാർ അതിനെ തുപ്പുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി എന്റെ മുഖത്തേക്ക് അവർ തുപ്പി. ഞാൻ പ്രതികരിച്ചോ? ഞാൻ വല്ലതും പ്രതികരിച്ചോ? എന്നിട്ട് കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, ആരെങ്കിലും നിന്നെ മുട്ടി ചുരുട്ടി കുത്തിയിട്ടുണ്ടോ? കന്നത്ത് മാറി മാറി അടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല. ഒരിക്കൽ ഒരു മർത്തോമക്കാരൻ എന്റെ കുത്തിന് കയറി പിടിച്ചിട്ടേ ഉള്ളൂ. കാരണം മർത്തോമ സമുദായത്തിലുള്ള ഒരു കുടുംബത്തോട് സുവിശേഷം അറിയിച്ചതിന്റെ പേരിൽ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം. ആ വീട്ടിൽ വെച്ച് മറ്റൊരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ ഇയാൾ അവിടെ ഉണ്ട്. ഇയാൾക്ക് ദേഷ്യം സഹിക്കാൻ മേലാതെ അടിക്കാൻ വേണ്ടിയാണ്, പക്ഷെ അടിച്ചില്ല, കുത്തിന് കയറി പിടിച്ചു. പിന്നെ ഒരു കത്തോലിക്ക സഹോദരൻ എന്നെ വല്ലാതെ ചീത്ത വിളിച്ചു. ഇവന്മാര് മീശ പഠിച്ചിട്ട് നടക്കുക, ഡാഷ് 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 മോന്മാര്, ഇവനെയൊക്കെ പത്തല് കൊണ്ട് അടിച്ച് പേപ്പട്ടിയെ പോലെ ഇവനെയൊക്കെ അടിച്ചു കൊല്ലണം, ഇങ്ങനെ ഒത്തിരിയും ചീത്ത വിളിച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു ചിരിയാ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിരി വരിക. പറയട്ടെ പറയട്ടെ പറയട്ടെ. അന്നൊന്നും ഇതൊന്നും ഈ വിഷമമൊന്നും വന്നില്ല. പക്ഷെ ഇവിടെ സ്വന്തം നാട്ടിൽ വെച്ചും
സ്വന്തം ജനിച്ചു വളർന്ന മണ്ണിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം ജംഗ്ഷനിൽ വെച്ച് ആക്ഷേപിക്കുകയാണ്. ഇതാണ് എനിക്ക് വല്ലാതെ തകർന്നു പോയത്. കർത്താവിനോട് ചോദിച്ചു, മോനെ, ആരെങ്കിലും നിന്നെ നഗ്നനാക്കിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവ് യേശുവിന് വേണ്ടി കന്നത്ത് 2 അടി കൊള്ളാം, മുഷ്ടി ചുരുട്ടി കുത്താം, താഴെയിട്ട് ചവിട്ടാം, കഴുത്ത് വെച്ചു കൊടുക്കാൻ, വെട്ടിക്കൊടുക്കാൻ വേണ്ടി മരണമേൽക്കാൻ തയ്യാറാ. പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന് നമ്മളെ അറിയാവുന്ന ജനങ്ങളുടെ നടുവിൽ നമ്മളെ ഒരു പോസ്റ്റിൽ പിടിച്ചു കെട്ടി നമ്മുടെ വസ്ത്രം ഒഴിഞ്ഞ് നമ്മളെ നഗ്നരാക്കി അവിടെ നിർത്തിയാൽ എത്ര പേർക്ക് അത് സഹിക്കുവാൻ കഴിയും? ടെൽ മീ. നമുക്കത് സഹിക്കുവാൻ കഴിയുമോ? യേശുവിന് വേണ്ടി മരിക്കാൻ നല്ലതാ, അടികൊള്ളാൻ നല്ലതാണ്, കുത്തുകൊള്ളാൻ നല്ലതാണ്, ഉപദ്രവമേക്കാം. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളിൽ എത്ര പേർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും? ആ ഒരു അനുഭവത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് പറയാണ്, എന്നെ നോക്ക്, 4 പ്രാവശ്യമാണ് യേശുവിന്റെ വസ്ത്രം അവർ ഒഴിഞ്ഞത്. അവർ അവന്റെ വസ്ത്രം ഒഴിഞ്ഞു കളഞ്ഞിട്ടും രക്താംബരം ധരിപ്പിച്ചു, പിന്നെ നിസ്സാരന്മാരെ ധരിപ്പിക്കുന്ന നിസ്സാര വസ്ത്രം ധരിപ്പിച്ചു, പിന്നെ അത് ഒഴിഞ്ഞു കളഞ്ഞിട്ടും സ്വന്തം അവനെ വെള്ളവസ്ത്രം ധരിപ്പിച്ചു, പിന്നെ അതും ഒഴിഞ്ഞു കളഞ്ഞിട്ടും അവനെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. 4 പ്രാവശ്യം വസ്ത്രം ഒഴിഞ്ഞ് നിലത്ത് താഴെയിട്ട് ചവിട്ടി വലിച്ചഴയ്ക്കുന്ന ക്രിസ്തു യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പരസ്യമായി നട്ടുച്ച സമയത്ത് അവന്റെ അങ്കി അവർ ഊരി അവരെ എന്ത് ചെയ്തു? അവർ ചീട്ടിട്ടെടുത്തു. ആകാശത്തിനും ഭൂമിക്കും നടുവിൽ നട്ടുച്ച സമയത്തും സകല മനുഷ്യരുടെയും നടുവിൽ പരസ്യക്കോലമായി നിന്ദിതനായി നഗ്നനായി തൂങ്ങിക്കിടക്കുന്ന മശിഹാം. എന്നോട് യേശു ചോദിക്കുന്നു, മകനെ, ആരെങ്കിലും നിന്നെ നഗ്നനാക്കിയിട്ടുണ്ടോ? ഇല്ല കർത്താവേ, ഇല്ല. എന്നിട്ട് വീണ്ടും എന്നോട് ചോദിക്കുന്നു, ആരെങ്കിലും നിന്നെ കൊന്നിട്ടുണ്ടോ? ക്രൂശിച്ചു കൊന്നിട്ടുണ്ടോ? ക്രൂശിതനായ യേശുവിന്റെ മുഖം, ഇല്ല കർത്താവേ, ഇല്ല, ഞാൻ ഇപ്പോഴും ജീവനോടുണ്ട്. കർത്താവിനോട് ചോദിക്കുന്നു, നീ എന്റെ ശിഷ്യനായിരിക്കുന്നുവോ? നീ എന്റെ ശിഷ്യനായിരിക്കുന്നുവോ? ഞാൻ ഇരുന്ന കട്ടിൽ നിന്നും താഴെ മുട്ടുകുത്തി കരയാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. അന്നൊരു തീരുമാനമെടുത്തു, കർത്താവേ, ഇനി നിന്റെ നാമത്തിന് വേണ്ടി അപമാനമല്ല, അടികൊള്ളേണ്ടി വന്നാൽ മാത്രം അല്ല, ഇനി നഗ്നനാക്കപ്പെടേണ്ടി വന്നാലും, ഉപദ്രവിക്കപ്പെടേണ്ടി വന്നാലും, പഴിയും ദുഷിയും ഏൽക്കേണ്ടി വന്നാലും, അവസാനം മരണം വഹിക്കേണ്ടി വന്നാലും, യേശുവേ, ഞാൻ അങ്ങയുടെ ശിഷ്യനായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഞാൻ കോപത്തോടെ വന്നും എന്നെ ആക്ഷേപിച്ചപ്പോൾ അതെനിക്ക് സഹിക്കാവുന്നതിനും വലിയ ആക്ഷേപമായിരുന്നു. ആളുകളെല്ലാം അടക്കമടക്കം ചിരിക്കുന്നു. കിട്ടിയ ഒരു അവസരം എനിക്ക് താങ്ങാവുന്നതിനേക്കാൾ വലിയ മുറിവായിരുന്നു. ഞാൻ വന്നിട്ട് പറഞ്ഞെന്തെന്നറിയാമോ? എന്തുകൊണ്ട് ദൈവം തെളിയിച്ചില്ല ദൈവം ദൈവമാണെന്നും, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് എന്തുകൊണ്ട് ദൈവം തെളിയിച്ചില്ല? അതുവഴി വന്ന പാണ്ഡ്യലോറി എന്തുകൊണ്ട് അവന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയില്ല? എന്തുകൊണ്ട് അവിടെ ഒരു ഇടിവെട്ടി അവൻ അവിടെ പിടഞ്ഞു വീണില്ല? എന്തുകൊണ്ട് അവിടെ അവൻ ഹാർട്ട് അറ്റാക്കായി വീണില്ല? അവൻ അവിടെ പിടഞ്ഞു വീണിരുന്നെങ്കിൽ നാട്ടുകാർ മുഴുവൻ പറയുമായിരുന്നു, എന്റെ ദൈവം വലിയ ദൈവം, അവൻ എന്നെ ആക്ഷേപിച്ചത് കൊണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഞാൻ ചിന്തിച്ചതാണ്, എന്റെ ഉള്ളിൽ കടന്നു വന്ന പ്രതികാരത്തിന്റെ ചിന്ത കടന്നു വന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ കോൺവെർസേഷൻ എന്റെ ജീവിതത്തെ അടിമുടി മാറ്റി. പ്രിയപ്പെട്ടവരെ, ആരെയും ശപിക്കുവാൻ നമുക്ക് അവകാശമില്ല. ആരും മരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ, നമ്മളെ ആക്ഷേപിക്കുന്നവർ മരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവകാശമില്ല. ക്രൂശിൽ വേദന കൊണ്ട് പിടഞ്ഞ് അവസാനത്തെ തുള്ളി ഒഴുകി മരിക്കുമ്പോഴും തന്നെ വല്ലാതെ മരിക്കുന്ന സമയത്തും ദുഷിക്കുക, വല്ലാതെ ദുഷിക്കുക, ദുർവർത്തമാനങ്ങൾ പറഞ്ഞു അവനെ വല്ലാതെ ദുഷിക്കുന്നു, ആക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. ആ സമയത്തും കർത്താവ് പറയുന്നു, ഫാദർ, പ്ലീസ് ഫോർഗീവ് ദം, ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. പിതാവേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയായിക്കൊണ്ട് അവരോട്
ക്ഷമിക്കണമേ. കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. ഇവിടെ നാം വായിച്ചു മത്തായി 10:28. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനാലാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ വായിക്കുന്നു, you will receive the power when the Holy Spirit come upon you. You will be my witnesses in Jerusalem, all Judea, Samaria and ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഇരുന്ന് വിറയ്ക്കും, നിങ്ങൾ ഇന്ന് കൈയടിക്കുമെന്നാണോ? നിങ്ങൾ തുള്ളുമെന്നാണോ? നിങ്ങൾ അന്യഭാഷ പറയുമെന്നാണോ? No. When you will receive the power when the Holy Spirit come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്തൊരു ശക്തി? അസാധാരണമായ ശക്തി, എക്സ്ട്രാ ഓർഡിനറി ഡൈനാമിക് പവർ. സുവിശേഷം അറിയിക്കണമെങ്കിൽ ശക്തി വേണം, അസാധാരണമായ ധൈര്യം വേണം. എങ്കിൽ മാത്രമേ സുവിശേഷം വിജയിക്കത്തുള്ളൂ.